ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് നമുക്ക് അടുത്തൊരു ചെറിയൊരു പൊള്യൂഷൻ നമുക്ക് പഠിക്കാം. തെർമൽ പൊള്യൂഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് റേഡിയേഷൻ പൊള്യൂഷൻ, പിന്നെ നോയ്സ് പൊള്യൂഷൻ, പിന്നെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമുക്കിന്ന് തെർമൽ പൊള്യൂഷനെ പറ്റി നോക്കാം. ഞാൻ അതേ സമയം കളയുന്നില്ല, സ്ലൈഡുകളിലേക്ക് നേരിട്ട് പോവാണ്. ഓക്കെ, അതർ ടൈപ്പ് ഓഫ് പൊല്യൂഷനിലെ ഒരു അരമണിക്കൂർ ടോപ്പിക്കാണ് തെർമൽ പൊല്യൂഷൻ. സ്ലൈഡ് എടുത്ത് തുടങ്ങാം അല്ലേ. എന്താണ് തെർമൽ പൊല്യൂഷൻ? നോക്കൂ. Thermal pollution results from addition of excessive undesirable amount of heat to water that it makes harmful to man, animal or aquatic life. Thermal pollution. It is defined as the deterioration of water quality as a result of any process that changes ambient water temperature. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കിത് മനസ്സിലായി. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാട്ടർ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ ഉയരുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി അതുകൊണ്ട് ടെമ്പറേച്ചർ ഉയർന്നുകൊണ്ട് വാട്ടർ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് തെർമൽ പൊല്യൂഷൻ. അതെല്ലാ ജീവജാലങ്ങൾക്കും ആപത്താണ്. ഇനി അതിൻ്റെ കോസുകളാണ് പറയുന്നത്. കോസസ്, തെർമൽ പൊല്യൂഷൻ്റെ കോസസ്. അപ്പം എന്താ തെർമൽ പൊല്യൂഷൻ? ഞാൻ ഒന്നുകൂടെ പറയുന്നു. എന്താ തെർമൽ പൊല്യൂഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിറ്റീരിയോറേഷൻ ഓഫ് വാട്ടർ ക്വാളിറ്റി as a result of any process that changes ambient water temperature. Then coming across the causes, discharge of heated water or hot waste materials into water bodies from nuclear power plants. Nuclear power plants are the major causes of thermal pollution. During working of nuclear power plants, there may be a lot of coolants circulating inside the core as well as through the heat chamber, and in order to cool that coolant, usually used coolant, external coolant is water. Physics students may know the things. Anyway, full details ki povunilla. Nuclear power plants use water as a cooling agent. After using water, it is put back into a water supply at 9 to 20 degrees centigrade. Also, emission from nuclear reactor increases temperature of water bodies. അപ്പോൾ രണ്ട് തരത്തിലാണ്. സാധാരണ ലിക്വിഡ് സോഡിയം അല്ലെങ്കിൽ ഹെവി വാട്ടറാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കൂളൻ്റ്. പക്ഷേ ആ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് എക്സ്റ്റേണൽ കൂളൻ്റ് സാധാരണ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിങ്ങനെ അടുത്തുള്ള ഒരു പുഴയിൽ നിന്നോ കായലിൽ നിന്നോ വെള്ളം അടിച്ചത് സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും തിരിച്ചതിലേക്ക് വരും. അപ്പോൾ എക്സസ് ടെമ്പറേച്ചർ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ന്യൂക്ലിയർ പവർ പ്ലാന്റിനോട് അടുത്ത് നിൽക്കുന്ന വാട്ടർ ബോഡികളിൽ റേഡിയേഷൻസ് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ടെമ്പറേച്ചർ ഉയരാൻ സാധ്യതയുണ്ട്. രണ്ട്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. കമ്പനികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വിത്ത് വാട്ടർ, നമ്മൾ സ്ലഡ്ജെന്നോ വേസ്റ്റ് വാട്ടറിനോ ഒക്കെ നമ്മൾ വിളിക്കും. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് എന്നൊക്കെ വിളിക്കും. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹയർ ടെമ്പറേച്ചറായിരിക്കും സാധാരണ. അതുകൊണ്ട് അതും ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാം. ദെൻ ഡൊമസ്റ്റിക് സീവേജ്, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ലിക്വിഡ് മാലിന്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിനേജിൽ കൂടെ പുറത്തു പോകും. പ്രത്യേകിച്ച് ചൂടുള്ള പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുപോലെ ഈ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ പുറത്തൊഴുകി കളയുമ്പോൾ അതും ടെമ്പറേച്ചർ കൂട്ടാൻ അത് കുറച്ചുള്ളെങ്കിലും പല വീടുകളിൽ നിന്നാകുമ്പോൾ ചെറിയ വ്യത്യാസം വരും. എന്തായാലും ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ടെമ്പറേച്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് ഒരു ഫോമിലും വേറെ ഫോമിലേക്ക് മാറുന്നുള്ളൂ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സിൽ എങ്ങനെയാ ഇത് ടെമ്പറേച്ചർ കൂടുക എന്ന് ആലോചിച്ച് നോക്കി. അവിടെയും കൂളൻ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ ട്രാൻസ്ഫോർമറുകൾ കൂൾ ചെയ്യിക്കാനായിട്ട്. പിന്നെ ടർബൈൻ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറങ്ങുമ്പോൾ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് അളവ് കുറവെന്ന് തോന്നുന്നു, എന്നാലും ഇവിടെ ടെമ്പറേച്ചർ സാധ്യതയുണ്ട്. ദെൻ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്. കോള് കത്തിച്ച്
അല്ലെങ്കിൽ മറ്റ് ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ പവർ പ്ലാന്റുകൾ നമ്മുടെ അവിടെ ഉണ്ട്. നല്ലളം എന്ന് പറയുന്ന കോഴിക്കോട് നല്ലളം എന്ന സ്ഥലത്ത് ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഏതാ നമ്മുടെ കായംകുളം തെർമൽ പവർ കോർപ്പറേഷൻ ഉണ്ട്. നാഷണൽ തെർമൽ കായംകുളത്ത് NTPC എന്ന് പറയും അവിടെ. Then deforestation. The decrease in vegetation increases the amount of light that heats the water, which increases the temperature of the water. It also increases erosion. ഡിഫോറസ്റ്റേഷൻ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം എന്താ? അറ്റ്മോസ്ഫിയറിൽ സൺലൈറ്റ് ഈ വാട്ടർ ബോഡീസ് നേരിട്ട് പതിക്കുന്നതിന് കുറേ ഇടയാവും. മറ്റേ നേരെ ഈ കായൽ തീരത്തോ പുഴ തീരത്തോ അല്ലെങ്കിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ വെയിൽ വെള്ളത്തിലിടിക്കൽ കുറയും. അപ്പോൾ ഈ മരങ്ങൾ വൻതോതിൽ വെട്ടി നശിപ്പിച്ചാൽ നേരെ ടെമ്പറേച്ചർ വെള്ളത്തിലേക്ക് എത്തും. അപ്പോൾ പ്രശ്നം ഈ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തോളും. ദെൻ സോയിൽ ഇറോഷൻ. ഇറോഷൻ മേക്സ് ദ വാട്ടർ മഡി വിച്ച് ഇൻക്രീസസ് ലൈറ്റ് അബ്സോർബ്. ചെളിവെള്ളമാണെങ്കിൽ അത് കൂടുതൽ പെട്ടെന്ന് ചൂടാവും. സാധാരണ വെള്ളത്തേക്കാളും ലൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് എന്താ പറയുക സൺലൈറ്റിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ആയിക്കോട്ടെ ഡേ ടൈമിൽ കുറേ ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദെൻ ഫിസിക്കൽ എഫക്ട്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഫാക്ടറാണ്. എന്താണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അധികം ഉണ്ടായില്ല, കുറച്ച് പറഞ്ഞോളൂ. ഇതിൻ്റെ കോസസ് പറഞ്ഞു. മൂന്നാമത്തെ എഫക്ട്സ് ആണ്. ഇനി കൺട്രോൾ മെഷേഴ്സ് കൂടി പറഞ്ഞാൽ ഇത് തീരും. എഫക്ട്സ് 3 തരത്തിലാണ്. ഫിസിക്കൽ എഫക്ട്സ്, കെമിക്കൽ എഫക്ട്സ്, ദെൻ ബയോളജിക്കൽ എഫക്ട്സ്. നമുക്ക് കാണാം. ഫിസിക്കൽ എഫക്ട്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, sedimentation of suspended particles increases due to increase in density and viscosity of water. As the water becomes warm, its palatability decreases. നമുക്ക് പാലറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ അല്ലെങ്കിൽ സോളിഡ് ഭക്ഷണ സാധനങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് പാലറ്റബിലിറ്റി. അടിച്ച് വയ്ക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാള വാക്ക്. അല്ലെങ്കിൽ നമുക്കത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലറ്റബിലിറ്റി. അപ്പോൾ തണുത്ത വെള്ളം കുടിക്കുന്നതും ചൂടുള്ള വെള്ളം കുടിക്കുന്നതും പലരും ചൂടുള്ള വെള്ളം കുടിക്കുക മറ്റു പല കാരണങ്ങൾ കൊണ്ട്. എന്നിരുന്നാലും നമുക്കത് അത്ര സുഖകരമല്ല വെള്ളം കുടിക്കുമ്പോൾ. പക്ഷെ നല്ല ദാഹമുള്ളപ്പോൾ ചെറിയ തണുപ്പ്, വല്ലാണ്ട് തണുപ്പുള്ള ചെറിയ തണുപ്പുള്ള വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ അതിൻ്റെ സുഖം പറഞ്ഞാലാവില്ല. അപ്പോൾ പാലറ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അടുത്തത് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസസ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ റേറ്റ് വെള്ളത്തിൻ്റെ റേറ്റ് അങ്ങനെ കുറഞ്ഞു പോകും. Then warm water being of low density spreads over the surface of water bodies, causing thermal stratification. This becomes a barrier for oxygen penetration into deeper layers. It also affects normal circulation patterns. ഇവിടെ എന്താ പറഞ്ഞേ? ചൂടുവെള്ളം ഡെൻസിറ്റി കുറവായതിൻ്റെ പേരിൽ ഇപ്പോൾ എവിടെയോ വാട്ടർ ബോഡി ഒരു കനാലിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ വെള്ളം മുകളിലുള്ള ലെയർ ചൂട് പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ ലെയർ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായ ലെയർ ലൈക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവും. ആ ലെയർ ലൈക്ക് എക്സിസ്റ്റൻസ് വരുമ്പോൾ ഡിസോൾവ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ അതിലേക്ക് ഡിസോൾവ് ചെയ്യാൻ അതൊരു ബാരിയറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഡിസോൾവ് ഓക്സിജൻ്റെ കണ്ടന്റ് കുറയും. അത് മാത്രമല്ല നോർമൽ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ പാറ്റേൺസ് അഫക്റ്റ് ചെയ്യപ്പെടും. ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഒഴുകോ, കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയ സ്ഥലങ്ങളിൽ ഒഴുകും. നേരെ തിരിച്ച കാറ്റിൻ്റെ ഗതി നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്കല്ലേ കാറ്റ് ഒഴുകുക, അതുപോലെ തന്നെ ഇവിടെ. Then chemical effects of thermal pollution. Rate of chemical reactions highly dependent on temperature. That is, rate almost doubles for every 10-degree rise in temperature. Okay. Second one, dissolved oxygen in water decreases. നേരത്തെ പറഞ്ഞ സംഗതിയാണ് അത്. Then biological effects of thermal pollution. അപ്പോൾ കെമിക്കൽ എഫക്ട്സ് രണ്ടായിരുന്നുള്ളൂ. വളരെ വളരെ വ്യക്തമാണ് രണ്ടും. എന്താ? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ അറീനിയസ് തിയറി അങ്ങനെയൊക്കെ ഈ കെമിസ്ട്രി സബ് പഠിച്ചവർക്ക് അറിയാം. അതായത് ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് ഇരട്ടിയാവുന്ന പറയണേ. അപ്പോൾ അതനുസരിച്ച് ബോഡി റിയാക്ഷൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻസ്, പ്ലാന്റ്സിൽ എലിമെന്റ്സിലൊക്കെ വ്യത്യാസം വരും. കൂടുതൽ പറയുന്നില്ല. ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ. തെർമൽ ഷോക്ക്. Aquatic life adapted to a certain water temperature can go into shock when the temperature is changed, even 1 or 2 degrees. ഇവിടെ എന്താ ഉദ്ദേശിക്കണേ? പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന മേഖല അല്ലെങ്കിൽ സമുദ്രപ്രദേശമുള്ള ജീവജാലങ്ങൾ
അക്വാട്ടിക് ലൈഫ് എന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അവിടെ അവരൊരു പ്രത്യേക ബോഡി കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലാണ് അവർ അഡാപ്റ്റ് ചെയ്തേക്കണേ. പെട്ടെന്ന് 1-2 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ അവരുടെ ഈ ബോഡി റിയാക്ഷൻസ്, അവരുടെ ഈ റൂട്ടീൻ ഫങ്ഷൻസ്, ഈവൻ അവരുടെ ലൈഫ് തന്നെ എക്സിസ്റ്റൻസ് ഇല്ലാതെ ഇപ്പോൾ ഒരു തന്നെ തെർമൽ ഷോക്ക് എന്ന് പറയാം. അവരൊരു ഇപ്പോൾ മീനുകളൊക്കെ ഈ അക്വേറിയങ്ങൾ മീനുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് നമ്മളത് വെള്ളം ടെമ്പറേച്ചർ മീനുകളെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം വരാനായിട്ട് അത് നമ്മൾ നോർമൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കും. എന്നിട്ടാണ് അത് പതുക്കെ ഈ കവർ പൊട്ടിച്ചതിലേക്ക് ആ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം വന്നതിന് ശേഷം ഇട്ടു. പെട്ടെന്ന് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അവർ ചത്തുപോകും. ഇല്ലേ, ശരിയല്ലേ? തെർമൽ ഷോക്ക് കാരണം ഉണ്ടാകും. ചത്തുപോകണമെന്നില്ല, ഒരു ബോധക്കേട് പോലെ ഒരു കൺവെൻഷനൊക്കെ വരാം. അതിങ്ങനെ അവസാനം ചത്തുപോകാൻ സാധ്യത. അവർ ഭക്ഷണം, അതുപോലെ ഡൈജഷൻ, അങ്ങനെ എല്ലാ പ്രശ്നവും അക്വാട്ടിക് ലൈഫിലെ പ്രശ്നം വരും. തെർമൽ ഷോക്ക് എന്ന് നമ്മൾ വിളിക്കുക. 2, ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിച്ച് ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. നമ്മുടെ ഒരു എൻവയോൺമെന്റ് പ്രത്യേകത എന്താ? പ്ലാന്റ്സ്, അനിമൽസ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് അനിമൽസ് എല്ലാം ഇക്വിലിബ്രിയത്തിൽ തുടർന്ന് പോയാലേ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്തു പോവുള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിയാൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലാന്റ് ഗ്രോത്ത് മാത്രം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യും. 3rd, ഇറ്റ് ഇൻക്രീസസ് ദ മെറ്റബോളിക് റേറ്റ് ഓഫ് ഫിഷ് വിച്ച് ഇൻക്രീസസ് ദെയർ നീഡ് ഫോർ ഓക്സിജൻ. നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസിൽ ടെമ്പറേച്ചർ കൂടിയാൽ ഫിഷസിൻ്റെ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ ഓക്സിജൻ കണ്ടന്റ് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷൻ റേറ്റ് കൂടുമ്പോൾ, ബോഡി റിയാക്ഷൻസ് റേറ്റ് കൂടുമ്പോൾ, റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പോൾ ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിസോൾവ് ഓക്സിജൻ കുറയുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ശ്വസിക്കാനുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രബിൾസ് അവർക്കുണ്ടാകും. 4th, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്വാട്ടിക് സ്പീഷീസ് ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി. ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് മീനുകൾ ഇങ്ങനെ ചേക്കേറാൻ തുടങ്ങും. അതുകൊണ്ട് എന്താ, അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് മീൻപിടുത്തം നടത്തി മീൻ കിട്ടില്ല. ഇപ്പം നമ്മളോട് മീൻ പലപ്പോഴും ഈ തീരപ്രദേശത്ത് പലപ്പോഴും ഈ ചാകര സമയത്ത്, വർഷക്കാലത്ത് ചാകര വരുമ്പോൾ മാത്രമാണ് ഈ മീനുകൾ കൂടുതൽ കിട്ടുന്നത്. മറ്റ് ലഭ്യതകൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ മീനുകൾ മാത്രമല്ല, മറ്റ് സാധനങ്ങൾ, ആമകൾ, മറ്റ് കടൽ ജീവികളെല്ലാം ഈ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് അവർ മാറിപ്പോക്കളയും. 5, ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദെയർ സസെപ്റ്റബിലിറ്റി ടു ഡിസീസ്, പാരസൈറ്റ്സ് ആൻഡ് ടോക്സിക് കെമിക്കൽസ്. ഈ അക്വാട്ടിക് ലൈഫിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്വാട്ടിക് ഓർഗാനിസങ്ങൾക്ക് എന്താ പറയുക, അസുഖങ്ങൾ പിടിപെടാൻ പാരസൈറ്റ്സിൻ്റെ ആക്രമണത്തിന് അല്ലെങ്കിൽ ടോക്സിക് കെമിക്കൽസിൻ്റെ ആക്രമണത്തിനൊക്കെ വിധേയരാവും അവർ. അല്ലെങ്കിൽ അവർ അങ്ങനെ നശിച്ചു പോകും, ഫാമിലി നശിച്ചു പോകും. ഇപ്പം നമ്മുടെ പാടശേഖരങ്ങളിൽ മീനുകൾ, നാടൻ മീനുകൾ, വരാല്, മുഷി എന്നൊക്കെ പറയുന്ന മീനുകൾ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലത്ത് വളരെ കുറവാണ്. എന്താ കാരണം? ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നുണ്ട്, ഒപ്പം പാരസൈറ്റ്സിൻ്റെ പ്രശ്നമുണ്ട്. ഈ പെസ്റ്റിസൈഡുകൾ, കീടനാശിനികൾ, പെസ്റ്റിസൈഡ് നാശം ഒന്നുമല്ല, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയൊക്കെ അവരുടെ അമിത ഉപയോഗം വെള്ളത്തിൽ ഒരു കണ്ടന്റ് കൂടി വരുമ്പോൾ ഒരിക്കൽ അവരുടെ ബോഡിയിലൊക്കെ അൾസർ ഫോം ചെയ്യായിരുന്നു. ഇപ്പോൾ വരാലിനൊക്കെ ഒരിക്കൽ അസുഖമായിരുന്നു ഒരു 10-15 കൊല്ലം മുമ്പ്. മേലൊക്കെ ഇങ്ങനെ തീപുള്ളി പോലുള്ള അടയാളങ്ങൾ, അൾസറുകൾ ഫോം ചെയ്ത് പിന്നെ ചത്തുപോവാണ് ചെയ്യുന്നത്. ഒക്കെ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ്. 6ാമത്തെ പോയിന്റ്, as all proteins and enzymes are heat labile, temperature changes bring several physiological problems in aquatic organisms. ഈ എൻസൈംസ് എന്ന് പറയുന്ന ഈ ബോഡിയിലെ റിയാക്ഷൻസ്, അല്ലെങ്കിൽ പ്ലാന്റിലെ അല്ലെങ്കിൽ അനിമൽ ബോഡിയിലെ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളായിട്ടുള്ള എൻസൈംസ്, അത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. കാരണം ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അത് ആക്റ്റീവ് ആവുക. ഇപ്പം നമുക്ക് പനി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തോന്നില്ല, അല്ലെങ്കിൽ ഒന്നും കഴിക്കണം തോന്നില്ല, വെള്ളം കുടിക്കണം തോന്നില്ല. എന്താ കാരണം? നമുക്ക് ആകെ ക്ഷീണം തോന്നും. കാരണം നമ്മുടെ ബോഡിയിലെ ബയോകെമിക്കൽ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ടെമ്പറേച്ചർ ചേഞ്ചസ് ബ്രിങ് സെവറൽ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഇൻ അക്വാട്ടിക് ഓർഗാൻ. മനുഷ്യന് മാത്രമല്ല, മനുഷ്യന് പിന്നെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയാലും, ഇപ്പം നമ്മൾ അടുപ്പിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ്, നമ്മൾ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ എ സിയിൽ ഹൈ ടെമ്പറേച്ചർ നിന്ന് ലോ ടെമ്പറേച്ചറുള്ള എ സിയിലേക്ക് കിടക്കുമ്പോൾ നല്ല ഡ്രാസ്റ്റിക് ടെമ്പറേച്ചർ. പക്ഷെ മനുഷ്യന് അതുപോലെ വലിയ മൃഗങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ചെറിയ ഭൂമിയിലെ ടെറസ്ട്രിയൽ ഓർഗാനിസങ്ങളോ അക്വാട്ടിക് ഓർഗാനിസങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ദെൻ നമ്മുടെ അവസാനത്തെ പോയിന്റ്, റെമഡിയൽ മെഷേഴ്സ്, മേജർ റെമഡിയൽ മെഷേഴ്സ്. ഫസ്റ്റ് വൺ, എനർജി ചിപ്സ്. എക്സാക്റ്റ് ആയിട്ട് പറയാം, എനർജി CIPTM എന്നാണ് പറയാം.
hafnium oxide bismuth telluride chip that converts excess heat into electricity. ഇതൊരു എന്താ പറയുക, വളരെ ചുരുക്കം കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ടെക്നോളജി വളരെ എക്സ്പെൻസീവാണ്. ടെക്നോളജി മാത്രമല്ല, അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ വാട്ടർ സ്ട്രീമിലേക്ക് ഹൈ ടെമ്പറേച്ചറിലുള്ള അല്ലെങ്കിൽ എക്സസ് ടെമ്പറേച്ചറുള്ള ലിക്വിഡ് എഫ്ലുവൻസ് പുറത്തു വിടുകയാണെങ്കിൽ അതായിട്ട് കോണ്ടാക്ട് വരാവുന്ന രീതിയിൽ എനർജി ചിപ്സുകൾ നമ്മൾ ഉപയോഗിക്കണം. ചിപ്പുകൾ ഇലക്ട്രോണിക് സർക്യൂട്ടായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഉദ്ദേശിക്കുന്നത്, ചിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സസ് ടെമ്പറേച്ചറിനെ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കറണ്ട് കിട്ടുകയും ചെയ്യും. അത് ഫിസിക്സുകാർക്ക് അറിയാം, അങ്ങനെ പല തിയറികൾ. ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു ഈ എന്താ പറയുക, പല എഫക്റ്റുകൾ, പെൽറ്റിയർ എഫക്റ്റ്, അങ്ങനെ കുറച്ച് എഫക്റ്റുകളൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഉദ്ദേശിക്കുന്നത് ഇതാണ്, രണ്ട് ജംഗ്ഷനുകൾ, ഒരു ജംഗ്ഷൻ ലോ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെൽറ്റിയർ എഫക്റ്റ് തന്നെ ഓർമ്മ, ഒരു തെർമോകപ്പിള്. അപ്പോൾ അതിലേക്ക് ആ കപ്പിളിന് ഇടയ്ക്ക് ഒരു ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അളവ് കുറവാണ്. അതുപോലെ തന്നെയാണ് എനർജി ചിപ്സ് വർക്ക് ചെയ്യണേ. പിന്നെ എക്സാക്ട് തിയറിയൊക്കെ എപ്പോഴും അൺസർട്ടൻ ആണ്. ഈ സബ്മറൈനുകളിൽ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നത് എനർജി റിട്രീവ് ചെയ്യാൻ. അതുപോലെ സോളാർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. എനിവേ കേട്ടിട്ടുള്ളൂ, ഇതിൻ്റെ ഇത് അത്ര ടെക്നിക്കൽ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ഇവിടെ ഫംഗ്ഷൻ എന്ന് ഓർത്താൽ മതി. എന്താ എനർജി ചിപ്സ്? എനർജി CIPTM എന്ന് പറയും. എനർജി ചിപ്സ് ചില മെറ്റീരിയൽസ് ടെമ്പറേച്ചറിനനുസരിച്ച് ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാകുന്ന കേസുകളാണ്. ഹാഫ്നിയം ഓക്സൈഡ്, ബിസ്മത്ത് ടെല്ലൂറൈഡ് പോലുള്ള സാധനങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എനർജി ചിപ്സ്. അത് ഈ ഇപ്പം നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കില്ല, കാരണം അതിന് വളരെ എക്സ്പെൻസീവാണ്. ചുരുക്കം കേസുകളിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഭാവിയിൽ ഇതൊക്കെ കൂടുതൽ ഉപയോഗത്തിൽ വന്നേക്കും. ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ ചിലവ് കുറയാൻ പറ്റും. Then desalination plants. Desalination means any process that removes the excess salt and other minerals from water, usually industrial effluents, in order to obtain fresh water suitable for animal consumption for irrigation. Almost all of the salt is removed for human consumption. Desalined water absorbs less energy. ഒരു ബെറ്റർ സൊല്യൂഷൻ നമ്മളോട് ചെയ്യുന്ന പരിപാടിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ. ഡീസലൈനേഷൻ പ്ലാന്റ്സ്. ഇപ്പം നമ്മൾ പുറത്തേക്ക് വിടുന്ന ഇൻഡസ്ട്രികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഇൻഡസ്ട്രി എഫ്ലുവൻറ്റുകളിൽ ഈ സോൾട്ട് കണ്ടന്റ് കൂടുതലുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യും. മനസ്സിലായില്ല? അപ്പോൾ ഈ ഹീറ്റ് അബ്സോർപ്ഷൻ്റെ കപ്പാസിറ്റി കുറയ്ക്കാൻ അതിലുള്ള അതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്നോ അങ്ങനെ വിളിക്കുന്ന, അല്ലെങ്കിൽ വേറെ പേരുകളുണ്ട്, ഇലക്ട്രോസ്മോസിസ് എന്നൊക്കെ വിളിക്കുന്ന പ്രോസസ്സുകളുണ്ട്. അത് ഉപയോഗിച്ച് സോൾട്ട് കണ്ടന്റ് മാറ്റി ഈ പ്യുവർ വാട്ടർ മാത്രമാക്കി പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് എനർജി വളരെ കുറച്ച് അബ്സോർവ് ചെയ്യുള്ളൂ. മാത്രമല്ല അത് വേറെ ദോഷങ്ങളും ഉണ്ടാക്കില്ല. അപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പല രാജ്യങ്ങളിലും ഈ ഡീസലൈനേഷൻ പ്ലാന്റ്സ് ഇൻഡസ്ട്രി എഫ്ലുവൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇതൊക്കെ നിർബന്ധമാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല പലയിടത്തും. ഇപ്പോൾ നമ്മുടെ ഇവിടെ കൊരട്ടിയിലുണ്ടായ കാതിക്കുടം പ്ലാന്റിലുണ്ടായ പ്രശ്നം, നിറ്റ ജലാറ്റി കമ്പനിയിൽ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വെറുതെ പുറത്തേക്ക് ഒഴുക്കി വിടുക. ആ പുഴയിലിടയ്ക്ക് മീനുകൾ ചാവുന്നു, പെസ്റ്റിസൈഡിൻ്റെ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പോയിസൺസ് എഫക്റ്റ് ഉണ്ട്, ഒപ്പം ടെമ്പറേച്ചർ കൂടിയ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റ്സ്. മൂന്നാമത്തെ, ലെസ് ന്യൂക്ലിയർ പവർ. ഈ തെർമൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ്, ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. അത് കുറച്ചാൽ കുറയ്ക്കാൻ പറ്റും. ഫോർത്ത് വൺ, എൻഡ് ഷോർലൈൻ ഡിഫോറസ്റ്റേഷൻ. മനസ്സിലെ തീരപ്രദേശത്തുള്ള ഡിഫോറസ്റ്റേഷൻ, മരം മുറിക്കൽ, മരം നശിപ്പിക്കൽ, അതൊക്കെ നമുക്ക് അത് കൃത്യമായിട്ടുണ്ടാക്കുന്ന നമ്മൾ മനുഷ്യൻ്റെ ആക്ടിവിറ്റി മൂലം മുറിച്ച് കളയുന്ന കേസുകളുണ്ട്. പിന്നെ ഈ കടൽക്ഷോഭം വരുമ്പോഴും പ്രശ്നം വരും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിയുണ്ട്. നമ്മുടെ ഈ അനിമൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ഹ്യൂമൻസ്, മനുഷ്യർ ഉണ്ടാക്കുന്ന ഡിഫോറസ്റ്റേഷൻ നിർത്താനേ നമുക്ക് പറ്റുള്ളൂ. മറ്റേത് പ്രകൃതി നിയമം അനുസരിച്ച് പൊക്കോളും. ആൻഡ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്താൽ കുറേ പ്രശ്നം വരും. കാരണം മഡി വാട്ടർ കുറയുമ്പോൾ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞോളും. അപ്പോൾ സൺലൈറ്റിൽ നിന്നുള്ള എനർജി അബ്സോർപ്ഷൻ അങ്ങനെ കുറയും. സിക്സ്ത് വൺ, provide use of cooling towers. A tower-like device in which atmospheric air circulates and cools warm water, generally by direct evaporation. അപ്പോൾ ഇത്രയാണ് നമുക്ക് തെർമൽ പൊല്യൂഷനിൽ കാണാനുള്ളത്. ഓക്കെ, തെർമൽ പൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എളുപ്പം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നണമെന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം മനസ്സിലായില്ല. മൂന്നാമത്തെ പൊല്യൂഷനാണ്. ഇതൊരു 20 മിനിറ്റൊക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനിയും നമ്മുടെ ഗ്രൂപ്പിൽ 27 പേരാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 14-15 പേരൊക്കെയാണ് പലപ്പോഴും ക്ലാസ്സിൽ വരുന്നുള്ളൂ. ചിലപ്പോൾ 12 പേരൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് പരിചയമുള്ളവർ ഈ കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, ഈ ഓപ്പൺ കോഴ്സ് എടുത്തവർ എന്തുകൊണ്ട് വരുന്നില്ല, അവരുടെ സൗകര്യങ്ങൾ കുറവാണെന്നൊക്കെ ഉള്ളത് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ ഈ ക്ലാസ്സിൻ്റെ കോഡ് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ.